ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ എന്ന് വെച്ചാൽ 2026 ഓഗസ്റ്റ് 14 മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: MDMA സംഘം പോലീസ് പരിശോധന മറികടന്നത് രാഷ്ട്രീയ ബന്ധം പറഞ്ഞ് എന്നാണ്. 13ാമത്തെ പേജിലാണ് വാർത്ത നൽകിയത് എന്നോർക്കണം. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും മലയാള മനോരമ നൽകിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയതിനു ശേഷം മാത്രമാണ് മലയാള മനോരമയിൽ ഇങ്ങനെയെങ്കിലും ഒരു വാർത്ത വന്നത് എന്നോർക്കണം. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് 140 ഗ്രാം MDMA-യുമായി അറസ്റ്റിലാകുന്നത് കാസർഗോഡ് ജില്ലയിൽ വെച്ച്. കാസർഗോഡ് ജില്ലയിലെ ചന്തേരയിൽ വെച്ച് 140 ഗ്രാം MDMA-യുമായി ഇത് സംബന്ധിച്ച് നൽകിയ വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നു, പിടിയിലായ സംഘം പോലീസ് പരിശോധന ഒഴിവാക്കിയത് രാഷ്ട്രീയ ബന്ധം പറഞ്ഞെന്ന് വിവരം. കാസർഗോഡ് കണ്ണൂർ അതിർത്തിയായ കാലിക്കടവിൽ 140 ഗ്രാം MDMA-യുമായി പിടിയിലായ സംഘം വഴിയിലെ പോലീസ് പരിശോധനകൾ ഒഴിവാക്കി എറണാകുളത്ത് നിന്നാണ് അവിടം വരെ എത്തിയത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിതരണത്തിന് ശേഷം കാസർഗോഡ് MDMA എത്തിക്കാൻ പോകുമ്പോഴാണ് സംഘം കുടുങ്ങിയത്. വഴിയിൽ പലയിടത്തും പോലീസ് പരിശോധനയ്ക്കായി ഈ വാഹനം തടഞ്ഞിരുന്നു. ഈ സമയം പ്രതികളിൽ ഒരാളായ KH മുഹമ്മദ് ഹുസൈൻ പുറത്തിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥരോട് തൻ്റെ രാഷ്ട്രീയ ബന്ധം പറഞ്ഞ് പരിചയപ്പെടുത്തുകയായിരുന്നു. ഇവിടെയെല്ലാം പോലീസ് പരിശോധന ഒഴിവാക്കി വാഹനം പറഞ്ഞുവിടുകയും ചെയ്തു. എന്നാൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് സംഘത്തെ കാലിക്കടവിൽ വെച്ച് പിടികൂടിയത് എന്നാണ്. ഇതാണ് വാർത്ത. പിന്നീട് അറസ്റ്റിലായ ആളുകളെ കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട് മലയാള മനോരമ വാർത്ത. ഇത് വായിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും: വിവിധ ഇടങ്ങളിൽ ഈ വാഹനം പോലീസ് തടയുകയും പരിശോധനയ്ക്ക് മുതിരുകയും ചെയ്തിരുന്നു. എന്നാൽ പരിശോധന നടന്നില്ല. അതിന് മലയാള മനോരമ പറയുന്ന കാരണം, മുഹമ്മദ് ഹുസൈൻ എന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി പോലീസുമായി സംസാരിക്കുന്നു. അങ്ങനെയാണ് പോലീസ് പരിശോധന ഒഴിവാക്കി വണ്ടി അല്ലെങ്കിൽ കാറ് പോകാൻ അനുവദിച്ചത് എന്നാണ്. ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഒരു സ്ഥലത്ത് വെച്ച് പോലീസ് തടയുന്നു, പോലീസിനോട് സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ എന്ന് പറയുന്നു, യൂത്ത് കോൺഗ്രസ് നേതാവാണ് എന്ന് പറയുന്നു, അപ്പോൾ വിടുന്നു. സ്വാഭാവികമായും പോലീസ് എന്ത് ചെയ്യും? ഈ വ്യക്തി പറഞ്ഞത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. പോലീസ് ഉറപ്പായും ചെയ്യും. ഒരിടത്ത് വെച്ചല്ല, പലയിടത്ത് തടയുന്നുണ്ട്, പലയിടത്ത് പോലീസിനോട് ഇക്കാര്യം പറയുന്നുണ്ട്. അത് ഒന്ന് വിളിച്ച് അന്വേഷിക്കും, പറയുന്നത് ശരിയാണോ എന്ന്. പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ അടുത്ത സ്ഥലത്ത് വെച്ച് ഈ വണ്ടി കസ്റ്റഡിയിലെടുക്കുക തന്നെ ചെയ്യും, പരിശോധിക്കുക തന്നെ ചെയ്യും. അതല്ല നടന്നത് എന്നത് ഇവിടെ വ്യക്തമാണ്. കാരണം മുകളിൽ നിന്ന് ആരോ വണ്ടി വിടാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് വെച്ചും പരിശോധന ഒഴിവാക്കിയിട്ടുണ്ട്. മുകളിൽ നിന്ന് പറയാതെ അത്തരമൊരു കാര്യം നടക്കില്ല, അത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് മുകളിൽ നിന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തത്? അതിനുള്ള ഉത്തരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു സംശയം വേണ്ട, പോലീസിലെ ഉന്നതനാകണം, അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമാകണം. അത് കോൺഗ്രസ് ആയിരിക്കും, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ, അതല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ? ഇതൊക്കെ പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ട മറ്റു സംഭവമുണ്ട്. തൂഫാന്റെ നോഡൽ ഓഫീസർ IG പുട്ട വിമലാദിത്യ, അദ്ദേഹം അവധിയിൽ പോകുന്നു. എന്തിന്? ആര് പറഞ്ഞു അദ്ദേഹത്തോട് അവധിയിൽ പോകാൻ? എന്ന് വെച്ചാൽ ഇത് കേവലം ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നടത്തിയ ഒരു MDMA വിതരണമല്ല, ഉന്നത തലത്തിൽ അറിഞ്ഞുകൊണ്ട് നടന്ന മയക്കുമരുന്ന് കച്ചവടമാണ് നടന്നത്. ഉന്നത തലത്തിൽ അറിയാം ഇങ്ങനെ കച്ചവടം നടക്കുന്നുണ്ട്, വിതരണം നടക്കുന്നുണ്ട് എന്ന്. ഏറ്റവും അവസാനം കാസർഗോഡ് എത്തിയപ്പോൾ നോഡൽ ഓഫീസർ തന്നെയായിരിക്കണം വിളിച്ചു പറഞ്ഞത് വണ്ടി കസ്റ്റഡിയിലെടുക്കാൻ. തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന് അവധിയിൽ പോകേണ്ടിയും വരുന്നു എന്ന് വെച്ചാൽ ആരൊക്കെയാണ് ഇതിലെ കണ്ണികൾ? ഉന്നതന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് എല്ലാം മുഹമ്മദ് ഹുസൈൻ എന്ന ഒരാളിൽ അവസാനിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അവിടെയാണ് കളി. അതിനു മുകളിൽ ആർക്കൊക്കെയോ ബന്ധമുണ്ട്. അതിലേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് അറിയാനുള്ളത്. ഒരു സംശയവും വേണ്ട, പോകാൻ സാധ്യത വളരെ വളരെ കുറവ് തന്നെയാണ്.